നമസ്കാരം. രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞെട്ടിയത് ബി.ജെ.പി പ്രവർത്തകർ മാത്രമല്ല, ബി.ജെ.പി വിരുദ്ധർ കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് പിടിച്ചേക്കും എന്ന ആശങ്ക പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുണ്ട്. ഇതുവരെ UDF-ൻ്റെയും LDF-ൻ്റെയും നേട്ടം പരസ്പരം കലഹിച്ചു നിൽക്കുന്ന ബി.ജെ.പി സംസ്ഥാന നേതൃത്വമായിരുന്നു. ആരെങ്കിലും ഒരാൾ പ്രസിഡന്റായാൽ മറുഭാഗം പൂർണ്ണമായും നിസ്സഹകരിച്ച് പരാജയം ചോദിച്ചു വാങ്ങുമായിരുന്നു. ക്രൈസ്തവർക്കിടയിൽ ബി.ജെ.പി അനുകൂല സാഹചര്യം ഉണ്ടാവുകയും സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തതോടെ സൂക്ഷ്മമായി ബി.ജെ.പി ഇടപെടൽ നടത്തിയാൽ വിജയിച്ചേക്കും എന്ന സൂചന പുറത്തു വന്നിരുന്നു. ഇതുവരെ ബി.ജെ.പി നേതൃത്വത്തിന് കഴിയാത്തതൊക്കെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതടക്കം ചെയ്തുകൊണ്ട് വലിയ മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായേക്കും എന്ന ആശങ്ക, രാജീവ് ചന്ദ്രശേഖർക്കുള്ള രാഷ്ട്രീയേതര മുഖം, പ്രൊഫഷണൽ മുഖം, സാധാരണ മനുഷ്യരുടെ പിന്തുണ ഉറപ്പാക്കിയേക്കും എന്ന പേടി പ്രതിപക്ഷത്തിന് ശക്തമായുണ്ട്. ഇതിലേറ്റവും അധികം ഭയപ്പെടുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അതായത് പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻഗാമികളായ SDPI അടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ഘടകങ്ങളായ മീഡിയ വണും മാധ്യമവും വെൽഫെയർ പാർട്ടിയും സോളിഡാരിറ്റിയും ഒക്കെ. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘവിരുദ്ധവും ബി.ജെ.പി വിരുദ്ധവുമാണ്. ബി.ജെ.പിക്ക് അനുകൂലമായി ഒന്നും സഹിക്കാനുള്ള ശേഷി അവർക്കില്ല. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനം ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ എക്കാലത്തെയും വലിയ ബുദ്ധിജീവികളിൽ ഒരാളാണ് ആബിദ് അടിവാരം. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ സംഘവിരുദ്ധ ബി.ജെ.പി വിരുദ്ധ പോസ്റ്റുകൾ എഴുതുന്ന ആബിദ് പറയുന്നതൊക്കെ നുണയാണെന്ന് SDPIക്കാർക്ക് പോലും ബോധ്യമാണ്. എന്നാൽ മോദിയെയും സംഘപരിവാറിനെയും നിരന്തരം ആക്രമിക്കാൻ ശേഷിയുള്ള അപൂർവം സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളിൽ ഒരാളായി ആബിദ് അടിവാരം തുടരുകയാണ്. ആബിദ് വെപ്രാളത്തോടുകൂടി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയതുകൊണ്ട് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാവില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ കാവൽ. ഈ പോസ്റ്റ് കണ്ടാൽ ഓർക്കും ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകാത്തത് കൊണ്ട് ആബിദ് അടിവാരത്തിന് വലിയ വിഷമമാണെന്ന്. ബി.ജെ.പിക്ക് നേട്ടമുണ്ടാവാതിരിക്കുക എന്നതാണല്ലോ ആബിദ് അടിവാരത്തിന്റെ രാഷ്ട്രീയം. അപ്പോൾ പിന്നെ നേട്ടമുണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് ആശ്വസിക്കുന്നത്? അത് നേട്ടമുണ്ടായേക്കും എന്ന ഭയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് തീർച്ച. എന്താണ് കേരളത്തിലെ ബി.ജെ.പിയുടെ തുറുപ്പ് ചീട്ട്? വികസനം ഇവിടെ ചെലവാകില്ല. കാരണം ബി.ജെ.പി ഇതുവരെ കൊണ്ടുവന്നതിനേക്കാൾ മികച്ച വികസനം കേരളത്തിലുണ്ട്. വികസനം പറഞ്ഞ് കേരളത്തിലെ വോട്ട് പിടിക്കാൻ കഴിയും എന്നൊരു ബി.ജെ.പിക്കാരനും വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ ചെലവാകുന്ന മരുന്ന് വർഗീയതയാണ്. കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത. പൊതുവെ അസൂയയും കുശുമ്പും മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്നതുമൊക്കെ മലയാളിയുടെ സഹജ സ്വഭാവമാണ്. 30,000-ലേറെ ദലിത് കോളനികളിൽ ജീവിക്കുന്ന മനുഷ്യരോട് എല്ലാം കാക്കമാർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയും ഈഴവരോടും സവർണ സമുദായങ്ങളോടും മുസ്ലിങ്ങൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയം വരും. മുസ്ലിമുകളുടെ നല്ലൊരു വീടോ വാഹനമോ മന്തിക്കടയോ പർദ്ദയിട്ട സ്ത്രീയോ കണ്ടാൽ അസ്വസ്ഥത തോന്നുന്നവരാണ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന 15% അഥവാ ഹിന്ദുക്കളിലെ 4-1 പേർ. അതായത് മുസ്ലിം വിരുദ്ധരായ, മുസ്ലിം വർഗീയതയിൽ ജീവിക്കുന്നവരാണ് കേരളത്തിലെ 15% ഹിന്ദുക്കളെന്നും അവരാണ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നത് എന്നുമാണ് ആബിദ് അടിവാരം പറയുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചിട്ട് ഗുണമൊന്നുമില്ലത്രേ. ആ വെറുപ്പിനെ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് ഉള്ളി സുരേന്ദ്രൻ ഇത്രകാലം പിടിച്ചു നിന്നതും ബി.ജെ.പിയെ വളർത്തിയതും. സുരേന്ദ്രൻ്റെ സുഹൃത്തുക്കളും ഇടപാടുകാരുമൊക്കെ മുസ്ലിങ്ങളാണ്. ഉള്ളിയേരിയിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് ഒരുപക്ഷെ ശരിയാവാം, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. സുരേന്ദ്രനെ പോലെ അവർ വരച്ച വരയിലൂടെ സഞ്ചരിക്കുന്നവരെയാണ് ഇക്കോട്ടർ ആഗ്രഹിച്ചത് എന്നർത്ഥം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അവരുടെ വരയ്ക്കുള്ളിൽ നിൽക്കുന്നതല്ല എന്നതുകൊണ്ട് അവർ വേവലാതിപ്പെടുന്നു. പക്ഷെ നിരന്തരം വർഗീയത പറയാതെ ബി.ജെ.പിയിൽ നേതാവായിരിക്കുക അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഹലാലും തുപ്പലുമൊക്കെയായി സുരേന്ദ്രൻ കളം നിറഞ്ഞു കളിച്ചത്. ആ നിലവാരത്തിലേക്ക് താഴാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചാൽ ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനായ രാജീവിന് അത്രത്തോളം തരം താഴാൻ സാധിച്ചില്ലെങ്കിൽ ബി.ജെ.പിക്ക് കനത്ത നഷ്ടമായിരിക്കും. ഏതായാലും RV ബാബുവിനോളം ശശികലയോളം നല്ല ചോയ്സ് അല്ല രാജീവ്. ഇതാണ് ആബിദ് അടിവാരത്തിന്റെ പോസ്റ്റ്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു വർഗീയവാദി അല്ല. വർഗീയവാദികൾക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മാറിയില്ലെങ്കിൽ ബി.ജെ.പി ക്ലിക്കാവില്ല എന്നാണ് തീവ്ര ഇസ്ലാമിക ബുദ്ധിജീവിയുടെ വിലാപം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരനെ അവർ എത്രമാത്രം ഭയക്കുന്നുവെന്ന്. വാസ്തവത്തിൽ ഈ തീവ്ര ഇസ്ലാമികവാദികൾ ഭയപ്പെടുന്നത് വർഗീയവാദികളെയല്ല, വർഗീയത പറയാത്തവരെയാണ്. എന്തുകൊണ്ടാണ് മറുനാടനെ നിരന്തരമായി ഇവർ വർഗീയവാദികൾ, മുസ്ലിം വിരുദ്ധർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ ഞാൻ ആലോചിച്ചിട്ടുമുണ്ട്, പ്രേക്ഷകരോട് ചോദിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ എന്നോട് അഡ്വക്കേറ്റ് ജയശങ്കർ അതിന് മറുപടി പറഞ്ഞു. ഷാജൻ വർഗീയത പറയാത്തതാണ് ഇവരുടെ പ്രശ്നം. അവർ ആഗ്രഹിക്കുന്നത് ഷാജനെ പോലുള്ളവർ വർഗീയത പറയണമെന്നാണ്. വർഗീയത പറയുന്നവരെ
തീവ്ര മുസ്ലിം വിരുദ്ധത പറയുന്നവരെ ഇവർ ആക്രമിക്കുകയില്ല. പല യൂട്യൂബർമാരും തികഞ്ഞ മുസ്ലിം വർഗീയതയും മുസ്ലിം വിരുദ്ധതയും മാത്രം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നവരാണ്. എന്നാൽ അവർക്കാർക്കെതിരെയും കേസ് കൊടുക്കുകയോ അവർക്കാർക്കെതിരെയും പ്രതികരിക്കുകയോ ചെയ്യാൻ ആബിദ് അടിവാരത്തെ പോലുള്ളവർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. ഈ തീവ്ര ഇസ്ലാമികവാദക്കാർ ആഗ്രഹിക്കുന്നത് മുസ്ലിം വിരുദ്ധത പറയുന്നവരുടെ എണ്ണം കൂടണമെന്നാണ്. മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ കഴിയൂ. അതുകൊണ്ട് BJPയെ വർഗീയവാദികൾ നിയന്ത്രിക്കണം എന്നാഗ്രഹിക്കുന്നു. അവരുടെ പ്രതീക്ഷയെ മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് വർഗീയത എന്തെന്ന് മനസ്സിലാവാതെ പോയാൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്ന ഭയത്തിലാണ് അവർ ഇപ്പോൾ രാജീവിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് ആശങ്കപ്പെടുന്നത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വളർന്നയാളെയല്ല. തൃശ്ശൂർ ദേശമംഗലംകാരനാണെങ്കിലും പഠിച്ചതും വളർന്നതുമൊക്കെ വടക്കേ ഇന്ത്യയിലായിരുന്നു. പിന്നീട് അദ്ദേഹം മൊബൈൽ ഫോൺ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി. അവിടെ അദ്ദേഹം വീട് വെച്ച് സെറ്റിൽ ചെയ്തു. കർണാടകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 18 വർഷം രാജ്യസഭാംഗമായി. അങ്ങനെ കർണാടകക്കാരനായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷമാണ് ഇവിടെ വീട് വയ്ക്കുന്നതും താമസിക്കുന്നതും. ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് താൻ ഒരു നായരാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ജാതിയെന്നും മതമെന്നും തിരിച്ചറിയാത്ത സ്വാത്വികനായ ഒരു പ്രൊഫഷണലാണെന്നും അതുകൊണ്ട് തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ രാജീവ് ചന്ദ്രശേഖരെ അകറ്റാൻ കഴിയില്ലെന്നും ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വേവലാതിപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും. മറുനാടൻ വർഗീയത പറഞ്ഞെങ്കിൽ ഇതാ മറുനാടൻ പറഞ്ഞ വർഗീയത, അവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിം ജനത അത് മനസ്സിലാക്കുകയും മറുനാടനെ ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മറുനാടനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമുകൾക്കറിയാം മറുനാടൻ വർഗീയത പറയില്ല എന്ന്. മറുനാടൻ പറയുന്നത് രാഷ്ട്രീയ ഇസ്ലാമിനെതിരെയുള്ള വിമർശനമാണ്. കളങ്കിതരും പീഡകരുമായ മതപുരോഹിതന്മാർക്കെതിരെയുള്ള വിമർശനമാണ്. അതിന് ജാതിയോ മതമോ ഒന്നും അതിർത്തിയല്ല. ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് യഥാർത്ഥ മുസ്ലിമുകൾ മറുനാടനെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് മറുനാടൻ വർഗീയത പറയുന്ന മതവിരുദ്ധത പറയുന്ന ഒന്ന് തപ്പിയെടുക്കാൻ ഇവർ ഭൂതക്കണ്ണാടിയുമായി കാത്തിരിക്കുന്നത്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥയും. ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്തിറങ്ങിയാൽ അത് ഇവർക്ക് ഭീഷണിയാകുമെന്നും BJP നേട്ടങ്ങൾ കൊയ്യുമെന്നും അവർ തിരിച്ചറിയുന്നു. എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ നാവിൽ നിന്നും ഒരു വർഗീയ പരാമർശമുണ്ടാവാൻ കാത്തിരിക്കുകയാണ് അവർ. അതിനുള്ള വിലാപമാണ് ആബിദ് അടിവാരംകാർ നടത്തുന്നത്.